എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കല്ലേ? അപ്പോൾ ഒരു പനി വന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്ത പനി മേടിച്ചെടുത്തിട്ടുണ്ട്. ഈ വഴി കൂടെ പോകുന്ന പനിയൊക്കെ ഏറ്റുവാങ്ങുക എന്നുള്ളത് ഇപ്പൊ എന്റെ ഒരു പണി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് സൗണ്ടൊക്കെ ഒരു ബാസ് ഉള്ള സൗണ്ട് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചധികം സ്ട്രെയിൻ എടുത്തിട്ടായിരിക്കും സംസാരിക്കുക. അതിന്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ് ആണ് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ ഏതൊക്കെയാണ് നല്ല പ്രൊഡക്ട്സ്, ഇതൊക്കെ അഫോർഡബിൾ ആയിട്ട് എങ്ങനെ മേടിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. സോ അതൊക്കെ ക്ലിയർ ആക്കുന്ന, അതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, അല്ലാതെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്കും ഈ വീഡിയോ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെട്ടിയാണ്. ഈ ഒരു പെട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഡാസ്ലറിന്റെ ഗ്രാൻഡ് മേക്കപ്പ് കിറ്റ് ആണ്. എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ് ആണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയുന്ന പോലെ ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും ഈ ഒരു ബോക്സിൽ വരുന്നുണ്ട്. 899 ആണ് ഇതിന്റെ ആക്ച്വൽ MRP വരുന്നത്. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിനേക്കാൾ റേറ്റ് കുറവിൽ ഡിസ്കൗണ്ട് ഒക്കെ വരുമ്പോൾ ഈ ഒരു മേക്കപ്പ് ബോക്സ് അവൈലബിൾ ആണ്. സോ ഇതിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഫുൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇതിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഓൾറെഡി നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. അതിനകത്ത് പ്രൊഡക്ട്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ ആദ്യം തന്നെ നമുക്ക് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് പ്രൈമർ ആണ് കേട്ടോ. എന്റെ കയ്യിലിരിക്കുന്ന ഒരു മിനി പാക്കേജ് ആണ്. 10 ഗ്രാം വരുന്ന ഒരു കുഞ്ഞു പാക്കേജ് ആണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ മേക്കപ്പ് ഇടുന്ന സമയത്ത്, ആദ്യം എന്നല്ല ഈ അടുത്ത് വരെ ഞാൻ മേക്കപ്പ് ഇടുന്ന സമയത്ത് ഈ ഒരു സാധനം, പ്രൈമർ എന്ന് പറയുന്ന സാധനം ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കും ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, ഫൗണ്ടേഷൻ കൺസീലർ അതൊക്കെ ഓക്കെ, ഈ പ്രൈമറിന്റെ ഒക്കെ ശരിക്കും ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ ഒരു പോയിന്റിലെത്തിയപ്പോ ഞാൻ എന്തോ കാര്യത്തിന് ഞാൻ യൂസ് ചെയ്തു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും നാൾ ചെയ്തത് ഒരു വലിയ മണ്ടത്തരായിരുന്നു എന്ന്. ബിക്കോസ് ഇറ്റ് വർക്ക്സ് ലൈക്ക് എ മാജിക്. നമ്മുടെ ഫേസിലുള്ള കുത്തും കുഴിയും കോമയും പാടും ഒക്കെ നികത്തി നല്ലൊരു ഫ്ലോലെസ് ബേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൈമർ ആണ് കേട്ടോ. ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് മേക്കപ്പ് ചെയ്താലും, ഇപ്പൊ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും ബ്ലഷ് ആണെങ്കിലും എന്ത് മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ പ്രൈമർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി ഇതിൽ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഡാസ്ലറിന്റെ മോയ്സ്ചറൈസിംഗ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ ആണ്. ഇതിന്റെ അകത്ത് മോയ്സ്ചറൈസർ വരുന്നുണ്ട്, ഫൗണ്ടേഷൻ വരുന്നുണ്ട്, സൺസ്ക്രീൻ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം ഹാൻഡി ആയിട്ട് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കൊണ്ടുപോയി നടക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു പാക്കേജ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഷെയ്ഡിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫെയർ ടു മീഡിയം സ്കിൻ ടോണിൽ വരുന്ന രീതിയിലത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. ബിസ്കോട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എനിവേ, അപ്പോ ഷെയ്ഡ് ഞാൻ കയ്യിലിട്ട് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഫേസിലിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനമായിട്ടോ. കാരണം എന്റെ കറക്റ്റ് ഷെയ്ഡായിട്ട് തന്നെ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ കറക്റ്റ് ഷെയ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ലായിരിക്കും, എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സമാധാനമായി. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് വലിയ പാടൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെയായിരുന്നു ഇത് ബ്ലെൻഡ് ചെയ്യാനും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഓയിലി ലുക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റ് ചെയ്തൊരു മാറ്റ് ലുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്രൊഡക്റ്റ് കേട്ടോ. ഇത് വന്നിട്ട് ഡാസ്ലറിന്റെ ക്ലാസിക് കോമ്പാക്ട് പൗഡർ ആണ്. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ക്യൂട്ട് മിറർ ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു ക്യൂട്ട് പാക്കേജ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജും കൂടെ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഷെയ്ഡ് നേരത്തെ കാണിച്ച ലിക്വിഡ് ഫൗണ്ടേഷന്റെ അതേ ഷെയ്ഡ് തന്നെയാണ്. ബിസ്കോട്ടി എന്നാണ് ഇതിന്റെ ഷെയ്ഡ് നെയിം വരുന്നത്. പിന്നെ ഇതിന്റെ നെറ്റ് ക്വാണ്ടിറ്റി വരുന്നത് 9 ഗ്രാം ആണ് കേട്ടോ. പിന്നെ നമ്മൾ കോമ്പാക്ട് പൗഡർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വാരി തേക്കാതെ ഇതുപോലെ കുറച്ച് പ്രൊഡക്റ്റ് അതിൽ തന്നെ ഒന്ന് തട്ടിക്കളയാം കേട്ടോ. അപ്പൊ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ അതിൽ തന്നെ വീണോളും. എന്നിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയാ, ഒരു പുട്ടി അടിച്ച് ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇരിക്കും. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈ സെയിം സംഭവം തന്നെ നമ്മളിപ്പോ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്റ്റ് തട്ടിക്കളഞ്ഞിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. സോ ഇതായിരുന്നു ഈ ഒരു ബോക്സിലെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട്. അപ്പൊ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഡാസ്ലറിന്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിന്റെ അകത്ത് 4 ഷെയ്ഡ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം ഒരു കുട്ടി ബ്രഷും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് ഈ ഒരു പാക്കേജ് വരുന്നത്. കണ്ടോ, ഇതുപോലെ 4 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഗ്രീൻ, ബ്ലൂ, പിന്നെ ഒരു സിൽവർ, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് 2 ഷെയ്ഡ് വെച്ച് മിക്സ് ചെയ്തിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹാഫ് പോർഷൻ ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. പിന്നെ എൻ പോർഷൻ ഞാൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അപ്ലൈ ചെയ്യല്ലേ, കുറച്ച് വൈബ്രന്റ് ആയിട്ട് അങ്ങോട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ഈ ഒരു ബ്രഷിന്റെ മറ്റേ സൈഡ് വെച്ചിട്ട് ആ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് ഞാൻ ഐ ഷാഡോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ സെയിം സംഭവം മറ്റേ കണ്ണിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അടുത്തത് നമുക്ക് നേരെ ഐബ്രോസിലേക്ക് പോവാം. ഡാസ്ലറിന്റെ ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതിന്റെ നെറ്റ് ക്വാണ്ടിറ്റി വരുന്നത് 1.5 ഗ്രാം ആണ് കേട്ടോ. പിന്നെ ഐബ്രോസ് എഴുതുമ്പോൾ എപ്പോഴും ഞാൻ ഫ്രണ്ട് അറ്റത്തുനിന്ന് എഴുതാറില്ല, ബാക്കിൽ ആ ഒരു അറ്റം പോർഷൻ ഉണ്ടല്ലോ അവിടെ മാത്രം കുറച്ച് കട്ടിക്ക് എഴുതി കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു ദിഗംബരന്റെ ലുക്കിൽ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കണ്ണെഴുതാം ഗൈസ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഡാസ്ലറിന്റെ കാജലാണ്. ഇതൊരു ക്രീമി മാറ്റ് ടെക്സ്ചറിലാണ് കേട്ടോ വരുന്നത്. വാട്ടർ പ്രൂഫ് ആണ്, സ്പഞ്ച് പ്രൂഫ് ആണ്, 15 hours വരെ ലോങ് സ്റ്റേ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഇത് ഡാസ്ലറിന്റെ തന്നെ ന്യൂ ലോഞ്ചിൽ വരുന്ന ഒരു കാജലാണ് കേട്ടോ. സോ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ആ ഒരു സ്റ്റിക്കിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറെയൊക്കെ തിരിച്ച് അതിന്റെ ലെങ്ത് ഒക്കെ നോക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഞാൻ മുകളിലും താഴെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കാജലൊന്നും അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കറുകറുത്ത കാജൽ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഇന്റൻസ് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാജലാണ് കേട്ടോ. അത്യാവശ്യം സ്മഡ്ജ് ആവാതെ കുറെ നേരത്തേക്ക് ഇത് നിൽക്കുന്നുണ്ട്. സോ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ഡാസ്ലറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഐലൈനർ. ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഐലൈനർ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിനെയാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാസ്ലറിനെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐലൈനർ കൂടിയാണ് കേട്ടോ ഡാസ്ലറിന്റെ ഐലൈനർ. ഇതിന്റെ പാക്കേജിങ് കുറച്ച് വ്യത്യാസമുണ്ട്. വാട്ടർ പ്രൂഫ് ആണ്. 10.5 ml ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഇതിന്റെ ക്യാപ്പിന് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട്. സോ നമുക്ക് പിടിച്ചെഴുതി ആ ഒരു ബോർഡർ ഒക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഐലൈനർ അപ്ലൈ ചെയ്യുക. ആദ്യം ഒരു ബോർഡർ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്ടോ ചെയ്യാം. സോ അതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇനി അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഡാസ്ലറിന്റെ മസ്കാരയാണ്. ഇതും വാട്ടർ പ്രൂഫ് ആണ്. 12.5 ഗ്രാം ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ചത്ത് കിടക്കുന്ന കണ്ണൊക്കെ കുറച്ച് ജീവൻ വെപ്പിക്കുന്ന സാധനമാണ് ഈ മസ്കാര എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലാഷസിന്റെ ഒക്കെ ലെങ്ത് കുറച്ച് കൂട്ടുന്ന പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടോ. അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് DML C525 എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ബോൾഡ് ബ്രൗൺ പോലത്തേക്ക് ഒരു ഷെയ്ഡാണ്. അത്യാവശ്യം ഒരു ബോൾഡ് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള DLC 025 ഉണ്ടല്ലോ, അതിന് കറക്റ്റ് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒട്ടും ഡ്രൈയിങ് അല്ല, നമ്മുടെ ലിപ്സ് കുറച്ച് മാറ്റ് ഫിനിഷ് ആക്കി നിർത്തുന്നുണ്ട്. സോ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡും കൂടെയാണ്. ഇതല്ലാതെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതൊരു പിങ്കിഷ് ടോണിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. എനിക്ക് മേ ബി ഇത് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഞാനിത് കുറച്ചുകൂടെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ബ്ലഷ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് ബ്ലഷ് ആയിട്ട് ഓക്കെ ആണോ എന്ന്. പക്ഷെ എനിക്കിത് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതുകൊണ്ട് മൂക്കിലും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പിങ്കി ഒരു ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. സോ ഇത് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മേക്കപ്പ് സൈഡൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ലുക്കിന് പൊട്ട് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾക്ക് പൊട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഐടെക്സിന്റെ ഒരു റെഡ് കളർ പൊട്ട് ഈ ഒരു പാക്കിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അതല്ലാതെ എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവമാണ് കേട്ടോ ഇത് നമ്മൾ പണ്ടൊക്കെ കുറെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ തന്നെ നൊസ്റ്റ അടിച്ചൊരു സാധനമാണ് കേട്ടോ. ചെറുതിലൊക്കെ കുറെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇത്. നമ്മുടെ കളർ പൊട്ടാണ് കേട്ടോ. 11 കളേഴ്സ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ ഇത് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഇതിൽ കണ്ടു കഴിയുമ്പോഴേക്കും കൊള്ളാലോ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നി കേട്ടോ. സോ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ക്യൂട്ടായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടോ ഇപ്പോ. അപ്പോ ഈ ഒരു പ്രൊഡക്റ്റും ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇനി വരുന്നത് 2 നെയിൽ പോളിഷ് ആണ് കേട്ടോ. ഒരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡിലെ ഒരു നെയിൽ പോളിഷ് വരുന്നുണ്ട്. അതുപോലെ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു നെയിൽ പോളിഷും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു നെയിൽ പോളിഷ് ഞാൻ ഇട്ട് നോക്കാന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് ഒന്ന് കയ്യിലിട്ട് നോക്കുകയാണ്. സോ ഞാൻ എല്ലാ നെയിൽസിലും ഈ ഒരു കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കളറാണ് കേട്ടോ. ഞാൻ ഈ അടുത്താണ് ഇങ്ങനെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ നെയിൽ പോളിഷ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ബ്ലാക്ക്, ബ്രൗൺ അങ്ങനത്തെ ഇടിവിട്ട് ഷെയ്ഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് പേസ്റ്റൽ കളേഴ്സിനോട് കുറച്ചൊരു ക്രേസ് കൂടിയിട്ടുണ്ട്. സോ ഈ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഈ ഒരു കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഈ ഒരു ബോക്സിൽ ഉണ്ടായത്. പിന്നെ ഒരു സിന്ദൂർ കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുക്കാനായിട്ട് മറന്നു. ഇപ്പൊ വോയിസ് കൊടുത്തപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ ഒരു സിന്ദൂർ കൂടെ വരുന്നുണ്ട്. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കിറ്റ് ആയിരിക്കും കേട്ടോ. ഒരു മേക്കപ്പ് കിറ്റ് ആയിരിക്കും ഇത്. കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെ വരുന്ന ഒരു മേക്കപ്പ് കിറ്റ് വേറെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ നല്ല ബ്രാൻഡിന്റെ കിട്ടുക എന്നുള്ളത് വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ ഡാസ്ലറൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു ബ്രാൻഡാണ്. സോ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയും അഫോർഡബിൾ ആയിട്ട് വേറെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈമറും ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ വരുന്ന
ഫുൾ സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. സോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഈ ഒരു മേക്കപ്പ് കിറ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സോ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.